ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പാറ്റേനെ കൊല്ലാനുള്ള ടിപ്പാണ് ആദ്യം തന്നെ ഷെയർ ചെയ്യേണ്ട. അടിപൊളി കിഡിലോസ്കി ടിപ്പാണ്, ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ ചിരട്ടയിൽ എടുത്തിരിക്കുന്ന 1 സ്പൂണ് ഗോതമ്പൊടി അല്ലെങ്കിൽ അരിപ്പൊടി ഏതെങ്കിലും ഒന്ന് എടുക്കാം കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കടക്കാരൊക്കെ ചെയ്യുന്ന ട്രിക്കാണ്. അതായത് വ്യവസായികൾ, ഷോപ്പൊക്കെ ഉള്ളവർ ചെയ്യുന്ന കച്ചവടക്കാർ ചെയ്യുന്ന ട്രിക്കാണ് കേട്ടോ. അപ്പോൾ ഒന്നില്ലെങ്കിൽ ഗോതമ്പൊടി അല്ലെങ്കിൽ അരിപ്പൊടി 1 സ്പൂൺ എടുക്കാം കേട്ടോ, ഏതെങ്കിലും ഒന്ന്. ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് മനസ്സിലായല്ലോ, ബ്ലീച്ചിങ് പൗഡർ. ഓക്കെ, ബ്ലീച്ചിങ് പൗഡർ എടുക്കണ്ട. ബ്ലീച്ചിങ് പൗഡർ കൈകൊണ്ട് തൊടുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ എല്ലാവർക്കും സ്പൂൺ കൊണ്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ പറയും നിങ്ങൾ കൈ കൊണ്ട് തൊട്ട് കഴിഞ്ഞാൽ എന്താ പറയും, നിങ്ങളുടെ സ്കിന്നിന് അലർജി ഉണ്ടെങ്കിൽ ചെയ്യുക. കാരണം ഇതിപ്പം നമ്മൾ ഇവിടെ ഇടയ്ക്കൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇതൊരു 2 സ്പൂണോളം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അതെ, ബ്ലീച്ചിങ് പൗഡർ. കാരണം ഇത് സ്പൂണിലാക്കണ്ടാലോ എന്ന് പറഞ്ഞിട്ട്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ സ്പൂണിലാക്കണ്ടാലോ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കൈ കൊണ്ട് തന്നെ എടുത്ത്. പിന്നെ അതേ കുറച്ച് വെള്ളം ചേർത്ത് നമുക്കൊന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ. എന്നിട്ട് ഉണ്ട പിടിക്കണം കേട്ടോ. നമ്മളത് ഇടുന്ന സമയത്ത് ചെറിയൊരു ചൂട് പോലെ കൈക്ക് തോന്നും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കൈക്ക് പ്രോബ്ലം ആണെങ്കിൽ, അതായത് ഒന്നില്ലെങ്കിൽ കയ്യിൽ ഗ്ലൗസ് ഉപയോഗിക്കുകയോ അല്ലാന്നുണ്ടെങ്കിൽ അല്ല സ്പൂൺ വെച്ച് ചെയ്യുകയോ ചെയ്യാതെ. ഇതിൽ കൂടുതൽ വെള്ളം ഒഴിക്കരുത് കേട്ടോ. ഇത് നമ്മൾ ഉണ്ടയാക്കിയ ശേഷം ഇത്രയും മതി ഇട്ടാക്കണ്ട. ഗോതമ്പ് മാവാകുമ്പോൾ പിന്നെ അത് പെട്ടെന്ന് അങ്ങ് ആയിക്കോളും. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതുപോലെ ഇങ്ങനെ ഉണ്ട പിടിച്ച് നമുക്ക് നമ്മളുടെ എവിടേക്കാണോ പാറ്റുള്ളത് അവിടെ വെക്കാം. രാത്രി വെക്കണം കേട്ടോ. പട്ടികളും പൂച്ചകളൊന്നും എടുക്കാൻ ഇടയുണ്ടാക്കരുത്. ഇതുപോലെ നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കണം, ഉണ്ടയൊന്നും ആക്കണം എന്നില്ല, ഇങ്ങനെ വെച്ചാൽ മതി. ഇതൊരു 4-5 ദിവസം അത് അവിടെ കിടന്നു വൈകുന്നേരങ്ങളിൽ വെച്ചാൽ മതി. ഓക്കെ, രാവിലെ ആകുമ്പോൾ എടുത്ത് മാറ്റാം. ഇന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് തന്നെ എല്ലാ പാറ്റകളും തിന്നണം നിർബന്ധമൊന്നുമില്ല. പക്ഷേ എലികളും തിന്നു കഴിഞ്ഞാൽ ചത്തുപോകും കേട്ടോ. അങ്ങനെ ഒരു ഇതുണ്ട്, എലികളും പാറ്റി ഒരുമിച്ച് പോകും. അതാണ് ഇതിൻ്റെ ഒരു ഗുണം. അപ്പോൾ ഇത് വേണ്ട. അടുക്കളയുടെ ഭാഗങ്ങളിലാണെങ്കിൽ സ്ലാബിൻ്റെ അടിയിൽ, കിച്ചൺ സ്ലാബിൻ്റെ അടിയിൽ, അതുപോലെ തന്നെ രാത്രി കിടക്കുമ്പോൾ ഒരു ഇതെടുത്തിട്ട് കിച്ചൺ സിങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതേ കിച്ചൺ സിങ്ക് ആണെങ്കിൽ അതിൽ ഒരു പീസ് എടുത്ത് ഇതിലിട്ട് കൊടുക്കുക. അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ പാറ്റകൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ പാറ്റകൾ വരും. അല്ല പാറ്റകൾ പറഞ്ഞില്ലെങ്കിൽ അതും കൂടി ചത്തുപോകും കേട്ടോ. ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ 2 സ്പൂൺ ബ്ലീച്ചിങ് പൗഡറും 1 സ്പൂൺ ഗോതമ്പ് പൊടി ഉണ്ടെങ്കിൽ നമുക്ക് ഇത്രയും ഉണ്ടാക്കിയെടുക്കാം, ധാരാളം. നമുക്കിതിൽ കൂടുതലൊന്നും ആവശ്യമില്ലല്ലോ. നമുക്ക് ഈ ഒരു പാറ്റ ഇതൊന്ന് കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പാറ്റ ചത്തുപോകും, മനസ്സിലാവും. അപ്പോൾ അത് 3-4 ദിവസം അവിടെ വെക്കേണ്ടതുണ്ട്. പിന്നെ നാളെ ആകുമ്പോൾ ഇത് കട്ടിയായിപ്പോൾ കുഴപ്പമൊന്നുമില്ല. അതിന് ചെറിയൊരു അംശം അതിൻ്റെ വയറിൽ ചെന്നാൽ മതി. പാറ്റ ഈ പറഞ്ഞ പോലെ എന്ത് തുരത്തുന്ന സാധനമാണ്, അവർക്ക് ഒന്നും ഇല്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ ചെയ്ത് നോക്കും, നല്ല റിസൾട്ട് കിട്ടും. അടുത്ത ടിപ്പിലേക്ക് പോകാം. അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ, നമ്മൾ മുട്ടയൊക്കെ പുഴുങ്ങുന്ന സമയത്ത് മുട്ട പൊട്ടിപ്പോവാതിരിക്കാനായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് പറയുന്നത്. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഈ ഉപ്പിട്ട് കൊടുത്ത ശേഷം നമുക്ക് പുഴുങ്ങിയെടുക്കാം കേട്ടോ. വെള്ളം ഒഴിച്ചു കൊടുക്കുക. ആസ് യൂഷ്വൽ ചെയ്യുന്ന പോലെ തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. അടുത്ത ടിപ്പ് വന്നിട്ട്, ഇപ്പം നമ്മൾ മുളക് പൊടി അല്ലെങ്കിൽ മല്ലിപ്പൊടിയൊക്കെ നമുക്ക് കേട് വരാതിരിക്കാനായിട്ടുള്ള കാര്യമാണ് കാണിക്കുന്നത്. മഴക്കാലമാണ്, പെട്ടെന്ന് അങ്ങോട്ട് കേടാവും. അപ്പോൾ നമുക്കിത് കേട് വരാതിരിക്കാനുള്ള ഒരു കുഞ്ഞു ടിപ്പ് പറഞ്ഞുതരാം. നമ്മളിതിലേക്ക് വീട് വെക്കാൻ മുളക് പൊടി എന്നൊക്കെ പറയുമ്പോൾ നമ്മളെപ്പോഴും യൂസ് ചെയ്യണ ഒരു സംഭവം. അതായത് അത് നമ്മളിങ്ങോട്ട് ഇത്രയൊക്കെ വാങ്ങിച്ച് വെച്ചാലും കൂടുതൽ നമ്മളങ്ങോട്ട് വാങ്ങിച്ചു വയ്ക്കും. കാരണം നമുക്ക് തീരുന്ന സമയത്ത് വാങ്ങിക്കാൻ പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ കൂടുതൽ അങ്ങ് വാങ്ങിച്ചു വയ്ക്കും. 1 കിലോ 1 കിലോ വരുമ്പോൾ നമ്മൾ വാങ്ങിക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അപ്പോൾ അതിന് നമുക്ക് കേട് വരാതിരിക്കാൻ ഒരു കുഞ്ഞു കാര്യം പറഞ്ഞുതരാം. നമ്മുടെ മുളക് പൊടിയാണെങ്കിലും മല്ലിപ്പൊടിയാണെങ്കിലും മഞ്ഞൾപ്പൊടിയാണെങ്കിലും നമ്മൾ ഒരിത്തിരി ഉപ്പെടുത്തിട്ട് അതിലങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കാം. അപ്പോൾ നന്നായിട്ട് ഇളക്കിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ മുളക് പൊടിയൊക്കെ കുറച്ച് കാലം കേടുകൂടാതെ ഇരിക്കും, പ്രത്യേകിച്ച് തണുപ്പ് കാലത്ത് കേട്ടോ. അടുത്ത ടിപ്പ് എന്താ പറയുക, നമ്മുടെ സെറ്റ് മുണ്ട്, സെറ്റ് സാരി, അതുപോലെ തന്നെ പട്ടുസാരികൾ നമ്മൾ ഡെയിലി എടുക്കുന്ന സംഭവമല്ല. പ്രത്യേകിച്ച് നമ്മളെ വേനൽക്കാലത്തൊക്കെ ഇതൊക്കെ ഉണക്കി സെറ്റാക്കി വെക്കും. മഴക്കാലം ആയി ഒരു 3 ആഴ്ച കഴിയുമ്പോൾ അതിനൊരു പൂപ്പൽ മണം വരും. എന്തലക്കി വെച്ചാലും ശരി കേട്ടോ. അപ്പം അത് അലക്കി വെച്ച് കഴിഞ്ഞിട്ട് മടക്കി വെക്കുമ്പോൾ ഇത് കണ്ടോ, ഇതുപോലത്തെ
നമ്മൾ ഇങ്ങനെ കർപ്പൂരം, പച്ചക്കർപ്പൂരം, സാധാരണ കർപ്പൂരം വാങ്ങിച്ച് നമ്മളിങ്ങനെ വെക്കുകയാണെങ്കിൽ ആ ഒരു പൂപ്പൽ മണം ഇതിൽ നിന്നും മാറിക്കിട്ടുണ്ടോ. അത് ചെയ്ത് നോക്ക്, നല്ലൊരു ടിപ്പാണ് ഇത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കാതെ വെച്ച് 3 മാസം ഉപയോഗിക്കാണ്ട് മഴക്കാലത്ത് ഉപയോഗിക്കാണ്ടിരുന്നാൽ തന്നെ ഡ്രസ്സിൽ ഈ ഒരു സ്മെല്ല് വരും. അപ്പോൾ നമ്മൾ മടക്കി വെക്കുന്ന സമയത്ത് ഒരു കർപ്പൂരം എടുത്തിട്ട് അതിൻ്റെ 4-5 പൊട്ടിച്ചതിൻ്റെ പല ഭാഗങ്ങൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നാമത് പ്രാണിശല്യം വരില്ല, പട്ടശല്യം വരില്ല, അതുപോലെ തന്നെ പൂപ്പൽ വരില്ല, നല്ലൊരു വാസന ഉണ്ടാവും കേട്ടോ. അടുത്ത ടിപ്പിലേക്ക് പോവാം. ഇപ്പോൾ നമ്മുടെ വിളക്കുണ്ട്, കരി പിടിച്ച വിളക്ക് നമുക്ക് ഇങ്ങനെ ശരിയാക്കി എടുക്കാമെന്ന് കേട്ടോ. ഒരു പീസ് ചെറിയൊരു നാരങ്ങ അതെടുക്കുക. ആദ്യം അതിൻ്റെ കരിതൊക്കെ കളഞ്ഞ ശേഷം അത് ഒരു നാരങ്ങയുടെ 4 മുറിച്ച ശേഷം കുറച്ച് നീരയിലേക്ക് വെച്ചെടുക്കുക. പിന്നെ നമ്മുടെ ഡിഷ് വാഷ് ലിക്വിഡ് ഇല്ലേ, ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ നമ്മുടെ സോപ്പ് പൊടിയാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഡിഷ് വാഷ് ലിക്വിഡാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇതിലേക്ക് ഒരു ഇത്തിരി അതും കൂടി അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് വെള്ളം ചേർക്കരുത്, നന്നായിട്ടൊന്ന് സ്റ്റീൽ സ്ക്രബ്ബർ വെച്ച് തന്നെ ഉരച്ചെടുക്കണം കേട്ടോ. കരി പോകണമെങ്കിൽ ഓക്കെ, നന്നായിട്ടൊന്ന് ഉരച്ചെടുത്ത് നമ്മുടെ വിളക്ക് പെട്ടെന്ന് ക്ലീനാണ്. നല്ലവണ്ണം കരി പിടിച്ചിട്ടുണ്ട്, കാരണം അത് കുറേ നേരം കത്തിച്ച് വെച്ചൊരു വിളക്കാണ്, അതുകൊണ്ടാണ് ഇതിങ്ങനെ കരി പിടിച്ചിരിക്കുന്നത്. ആക്ച്വലി അതിൽ കരി കുറവായിരുന്നു. അപ്പോൾ ആ വിളക്ക് ഇതിന് വേണ്ടിയിട്ട് കുറേ നേരം കത്തിച്ച് വെച്ചപ്പോൾ അത് മൊത്തം കരി പിടിച്ചു പോയി. അപ്പോൾ നമുക്ക് അത് ക്ലീനാക്കി എടുക്കുകയാണ് കഴിയുന്നത് കാണണം കേട്ടോ. അപ്പോൾ ഒരു നാരങ്ങയുടെ 4/1 ഭാഗം ഉണ്ടെങ്കിൽ നമുക്കൊരു വിളക്ക് ക്ലീനാക്കി എടുക്കാം. പ്ലസ് നമുക്കൊരു 3-4 ഡ്രോപ്പ് ഡിഷ് വാഷ് ലിക്വിഡ് ഉണ്ടെങ്കിൽ രണ്ടും കൂടി തേച്ച് വെച്ച് നമ്മുടെ സ്റ്റീൽ സ്ക്രബ്ബർ വെച്ചൊന്ന് ഉരച്ചെടുത്തേ നന്നായി തിളങ്ങും നമ്മുടെ വിളക്ക് കേട്ടോ. പിന്നെ ഓരോരോ വിളക്ക് പോലെ ഉണ്ടാവും, പക്ഷേ ഇതിപ്പോൾ നന്നായി തിളങ്ങി വരുന്നത്, നന്നായിട്ട് ഞാൻ ഉരച്ച് എടുക്കുന്നുണ്ട്. വേറെ ഒന്നും നമുക്ക് വേണ്ട, അപ്പോൾ ഈ പുളിയോ ഉപ്പോ ഒന്നും ആവശ്യമില്ല. അതിനെക്കാട്ടും നന്നായിട്ടൊന്ന് വെട്ടി തിളങ്ങി. ഇപ്പം തന്നെ നോക്കിക്കുക, അതിൻ്റെ അഴുക്ക് പോകണം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. ഓക്കെ, അപ്പം ഞാനിതൊന്ന് കഴുകിയെടുത്തിട്ട് കാണിച്ചു തരാം കേട്ടോ. നേരത്തെ ഉള്ളതിൽ നിന്ന് നല്ലൊരു തിളക്കം വന്നിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത്. ടിപ്പുകളൊക്കെ വളരെ യൂസ്ഫുള്ളായ നല്ല ഉപകാരമുള്ള ടിപ്പുകളാണ്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ.